ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പ്രതീക്ഷകളോടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. ഒരു 5 AM മോർണിംഗ് റുട്ടീന്. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണി തൊട്ട് എൻ്റെ ജോലിയെല്ലാം തീരും. അപ്പോൾ അതുവരെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം എന്നും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5:15 5:20 ആവും എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി വരുമ്പം. വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ഇതോടെ നമുക്ക് തുടങ്ങാമല്ലോ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ. അപ്പം അതെനിക്കൊരു ഡെയിലി റുട്ടീൻ തന്നെയാണത്. പറ്റുന്ന ദിവസങ്ങളെല്ലാം ഇതുപോലെ താഴെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വിളക്ക് കൊളുത്തും. അത് കഴിഞ്ഞ് സെക്കൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അരി അടുപ്പത്തിടുക എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വിളക്ക് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ വിളക്ക് വൃത്തികേടായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തലേന്ന് രാത്രിയിൽ അത് തേച്ച് കഴുകി വൃത്തിയാക്കി അവിടെ വെക്കും. അപ്പോൾ രാവിലെ വരുന്നുണ്ട് നമുക്ക് എളുപ്പമുണ്ട്, നേരെ അങ്ങ് കത്തിച്ചാൽ മതി. മറ്റല്ലെങ്കിൽ പിന്നെ വിളക്ക് തേച്ച് കത്തിക്കാനൊക്കെ പോകുമ്പോൾ ഒത്തിരി സമയം പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തലേന്ന് രാത്രി തന്നെ അത് കഴുകി വൃത്തിയാക്കി വെക്കും, രാവിലെ അത് കത്തിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത് അതുപോലെ തന്നെ ഞാൻ അരി അതും എപ്പോഴും ചെയ്യുന്ന ഒരേപോലെ തന്നെയാണ്. ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത്, പ്രഷർ കുക്കറിലല്ല. അപ്പം റൈസ് കുക്കറിലാകുമ്പോൾ അതൊന്ന് തിളപ്പിച്ച് അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-1.25 മണിക്കൂർ വെക്കാറുണ്ട് റൈസ് കുക്കറിൽ. അപ്പോഴത്തേക്ക് എനിക്കത് കറക്റ്റ് വേവായി കിട്ടാറുണ്ട്. അപ്പം മുമ്പ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 7:15 ആകുമ്പോൾ ഇളയ മോന് പോകണം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ചും എല്ലാം ആവണം, കാരണം അവന് പൊതി കെട്ടി പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കും ആ സമയം കൊണ്ട്. അപ്പോൾ ഇതിപ്പം റൈസ് കുക്കർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കട്ടൻ അടിക്കുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ രാവിലത്തെ എനർജിയുടെ ഒരു ഭാഗം. അങ്ങനെ ഇരുന്ന് കുടിക്കാനൊന്നും സമയം കിട്ടാറില്ല. ജസ്റ്റ് ഇട്ടിട്ട് അത് സിപ്പ് ചെയ്ത് പണികളും ഒരേ സമയം തന്നെ അങ്ങ് ചെയ്തു പോകും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇരുന്ന് പോകും. അത് ആസ്വദിച്ച് കുടിച്ചൊക്കെ വരുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ പിന്നെ 7 മണിക്ക് പോകാമെന്ന് പറയുന്നത് നടക്കില്ല. അല്ലേ പിന്നെ കുറച്ചുകൂടെ ഞാൻ നേരത്തെ എഴുന്നേക്കണം. ഒരു 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് ആരാംസെ ഇരുന്ന് കുടിച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത്രയും നേരത്തെ എഴുന്നേക്കാൻ മുമ്പ് എഴുന്നേക്കുമായിരുന്നു, 4 മണിക്കൊക്കെ എഴുന്നേക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് വെക്കേഷനൊക്കെ പിള്ളേരുടെ വന്നു കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം 5 മണിയാണ് എഴുന്നേക്കുന്നത്. പക്ഷേ ജോലിയൊക്കെ തീരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ക്യാബേജ് തോരനാണ് വെക്കുന്നത്, പിന്നെ മീൻ വറുക്കുകയും ചെയ്യുന്നുണ്ട്. മീൻ ഞാൻ തലേന്ന് മസാലയെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് മസാല പുരട്ടി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ക്യാബേജും ഞാൻ മുമ്പ് ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ പറഞ്ഞിരുന്നു. ഞാൻ വെജിറ്റബിൾസ് വാങ്ങിച്ച് ഞാനത് അരിഞ്ഞത് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ എടുക്കുന്ന സമയം വരെയും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇന്ന് രാവിലെ ദോശയാണ്. ദോശയുടെ കൂടെ ഇന്നൊരു കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എപ്പോഴും ദോശയുടെ കൂടെ സാമ്പാർ, കടല, ചട്നി ഇത് തന്നെയല്ല മാറി മാറി. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കിഴങ്ങ് കറി ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ദോശയുടെ കൂടെ. അത് പണ്ട് ചെറുപ്പം തൊട്ടേ അങ്ങനെ കഴിക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉരുളക്കിഴങ്ങ് കറി എന്ന് പറഞ്ഞിട്ട് ദോശയുടെ കൂടെ ഉണ്ടാക്കും. അപ്പം അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ദോശയുടെ കൂടെ എനിക്ക് സാമ്പാറിനേക്കാൾ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ഈ കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 മീഡിയം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇടും, ഒരു സവാളയും, ഇത്രേ ഇടാറുള്ളൂ. പിന്നെ 2 പച്ചമുളകും. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കിഴങ്ങ് കറിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. ഇതിന് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഈ കറി വെക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ പക്ഷേങ്കിൽ മുളക് പൊടി ചേർക്കാറില്ല, വെള്ള കളർ കറിയാക്കി വെക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വന്നു കഴിഞ്ഞാലും പിന്നെ ഒരു 1 മിനിറ്റ് കൂടി ഇട്ടൊന്ന് തിളപ്പിക്കും. ഞാനിവിടെ കുറുവ അരിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ആ മൂടി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.25 മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അരി കറക്റ്റ് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ കുക്കറിൽ അങ്ങ് വെക്കുകയാണ്. അപ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ച സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്ന് വഴറ്റി, ഒത്തിരി അങ്ങ് വഴണ്ട് പോകുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ എന്തൊക്കെയാണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് ഒരു 4-5 വിസിൽ കേൾപ്പിച്ചാൽ മതി. എന്നിട്ട് തുറന്നു കഴിയുമ്പം തേങ്ങ അരച്ച് ചേർക്കുകയാണ് നല്ലത് കേട്ടോ.
ഇതിന് അതൊരു കുറുമ സ്റ്റൈലിൽ കിട്ടും. എനിക്ക് പക്ഷേ ഇന്നിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാൻ തേങ്ങ തിരുമിയത് തികയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ മറ്റേ തേങ്ങാപ്പാൽപ്പൊടി മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി രുചിയാണ്. പണ്ട് അമ്മയൊക്കെ ആണെങ്കിൽ അന്നൊക്കെ മിക്സി ഉണ്ടെങ്കിലും തേങ്ങ കല്ലിലേ അരയ്ക്കുകയുള്ളൂ. അപ്പോൾ കല്ലിൽ അരച്ചിട്ടെടുക്കുന്നത് അതൊരു ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഇന്നിപ്പം നമ്മൾ ഈ മിക്സിയിൽ അരയ്ക്കുന്നതിനൊക്കെ എങ്ങനെ അങ്ങനത്തെ ടേസ്റ്റ് അല്ലേ. പണ്ട് അമ്മയൊക്കെ ആണെങ്കിൽ എല്ലാം കല്ലിൽ അരച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. ചമ്മന്തി, രാവിലെ ദോശയ്ക്കുള്ള ചമ്മന്തിയൊക്കെ കല്ലിൽ അരയ്ക്കുമ്പോൾ അതെന്തൊരു പ്രത്യേക രുചിയല്ലേ. അവിയലാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. അവിയലിനൊക്കെ ഇങ്ങനെ കല്ലിൽ ചതച്ച് വെച്ചിട്ട് ചേർക്കുമ്പോൾ മീൻ തോരൻ വെക്കുന്നത് അതൊരു പ്രത്യേക ഒരു രുചിയായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലും അരകല്ലൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അരച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ആഗ്രഹത്തിന് കൊതിക്കൊക്കെ 1-2 പ്രാവശ്യമൊക്കെ അരച്ചു. പിന്നെ പറഞ്ഞ പോലെ ആരോഗ്യം സമ്മതിക്കാതെ വന്നപ്പോൾ നിർത്തി. ശരിക്കും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ആരോഗ്യത്തിന് അത്ര വലിയ പ്രശ്നം വരില്ലായിരിക്കും. പിന്നെ നമ്മുടെ സ്വതസിദ്ധമായ മടി, മറ്റേത് നമുക്കെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമ്പോൾ എന്തിനിത് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഇന്നത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അതുകൊണ്ട് തന്നെ ചെയ്യാറില്ല. അപ്പം ഇതിലൊക്കെ ഞാനിപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കെറ്റിൽ വെള്ളം തിളപ്പിച്ച് ഇരിപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാനതങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു 4-5 വിസിൽ കേൾപ്പിക്കും. കാരണം ഇവിടെ അങ്ങനെ എനിക്ക് ഒരിത്തിരി ഉരുളക്കിഴങ്ങ് തൊടുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകണം, എന്നാൽ അങ്ങനെ അങ്ങോട്ട് കുഴഞ്ഞങ്ങ് വരികയും ചെയ്യല്ല, ഒന്ന് പൊടിച്ച് വരണം. ആ ഒരു രീതിയിലാവാൻ ഈ കുക്കറിന് എനിക്കൊരു 5 വിസിൽ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പുറത്തേക്ക് ഞാൻ ക്യാബേജ് തോരനങ്ങ് വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് തോരനെല്ലാം വെക്കുന്നത് കേട്ടോ. വാഴക്കൂമ്പ് തോരൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പം ക്യാബേജ് ഇതുപോലെ ഞാൻ മുമ്പ് അരിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഫ്രിഡ്ജിൽ വെക്കത്തേ ഉള്ളായിരുന്നു. അപ്പോൾ ചിലപ്പം അന്ന് തന്നെ എടുക്കുന്നൊന്നുമില്ലല്ലോ, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ പച്ചക്കറി എടുക്കുന്നത്. അപ്പം ക്യാബേജ് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒത്തിരി അങ്ങ് വെള്ളം പിടിച്ച് ടേസ്റ്റ്, അല്ല തന്നെ ക്യാബേജിനൊരു മണമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മണവും വന്ന് വേറൊരു ഇതുപോലെ ടേസ്റ്റ് മാറുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം ഇങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഐസ് കെട്ടി പിന്നെ ഫുൾ വെള്ളമാകുമോ എന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ഒന്നുമില്ല, നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കുന്നതിൽ ഞാൻ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നുപരിപ്പിടും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉഴുന്നുപരിപ്പിടുന്നതിന്. പിന്നെ ഇത് വലിയ അലങ്കാര പണികളൊന്നും ഞാൻ ക്യാബേജ് തോരന് ചെയ്യാറില്ല, സിമ്പിളായിട്ടേ വെക്കാറുള്ളൂ. അതുകൊണ്ട് ഈ ക്യാബേജിന് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ചെടുക്ക് മണമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിന് കുറച്ച് നന്നായിട്ട് സവാള ഇടും. അപ്പോൾ അതും ഈ പറഞ്ഞിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് 2 പച്ചമുളകും ഇട്ട്, കറിവേപ്പില ഇല്ലായിരുന്നു, കറിവേപ്പില ഇട്ടാൽ വളരെ നല്ലതാണ്. എന്നിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് അത് ഞാൻ ചെറുതായിട്ടൊന്ന് വഴട്ടും. അധികം അങ്ങ് വഴട്ടത്തില്ല, ചെറുതായിട്ടൊരു ട്രാൻസ്ലൂസൻ്റ് ആവുമെന്ന് പറയുമല്ലോ, ആ ഒരു ഇതിലൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ക്യാബേജ് കൂടി ഇട്ട് ഇളക്കി തത്തിപ്പൊത്തി അങ്ങ് വെക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഫ്രീസറിൽ നിന്ന് എടുത്തത്, അതുകൊണ്ട് അത് കുറച്ച് ഐസ് പിടിച്ച് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ അങ്ങനെ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിട്ട് ഉടച്ചിട്ട് തവിയിട്ടൊന്ന് ഉടച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഐസ് എല്ലാം പോയി കറക്റ്റ് ആയിക്കോളും. അത് എന്ന് പറഞ്ഞാൽ ആ ഐസ് എല്ലാം കൂടി ഉരുകി ഇതിനകത്ത് മുഴുവൻ വെള്ളം ആവുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അരിഞ്ഞ പച്ചക്കറി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരത് കഴുകി അരിഞ്ഞ് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് തരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല, എല്ലാം വൃത്തിയാക്കിയാണ് തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് അടച്ച് വെക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ സിംബക്കുട്ടൻ കേട്ടോ. അവന് ഗേറ്റിൻ്റെ അവിടെ പോയി പൂച്ചയൊക്കെ പേടിപ്പിച്ചിട്ട് വന്നതിൻ്റെ ഒരു ആവേശത്തിൽ വന്ന് നിന്നതാണ്. അവിടെ കിടന്ന് എന്താ കുരയ്ക്കുന്നതെന്ന് വെച്ച് ഞാൻ നോക്കാൻ ചെന്നതാണ്. അപ്പം ആ ഗേറ്റിന് അതിലെ ഒരു പൂച്ച പോയതിന് അതിനോടുള്ള ആക്രോശമൊക്കെ കാണിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇനി എളുപ്പത്തിലൊരു പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കുകയാണ്. സാധാരണ പുളിശ്ശേരി ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. ഇന്നിപ്പം എല്ലാം എളുപ്പപ്പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെറുതെ തൈരില്ലാത്ത കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് കടുക് പൊട്ടിച്ചിങ്ങെടുക്കുന്നേ ഉള്ളൂ. എനിക്ക് കൂടുതലിഷ്ടം, പേഴ്സണലി എനിക്കിഷ്ടം തേങ്ങ അരച്ച് ചേർക്കുന്ന ഇത് തന്നെ. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ, ഒരു കൊഴുപ്പും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ട്. പ്രത്യേകിച്ചും തൈരിന് ഇച്ചിരി പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ തേങ്ങ അരച്ചെടുക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എനിക്കതാണ് കൂടുതലിഷ്ടവും. പുളിങ്കറി വെക്കുന്നതിൽ കൂടുതൽ പുളിശ്ശേരിയാണ് വെക്കാറുള്ളത്. പുളിങ്കറി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മറ്റേ കഷ്ണം ഇട്ട് നമ്മൾ കറി വെക്കുമല്ലോ, അതാണ് ഞങ്ങളിവിടെ പുളിങ്കറി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ട് തുറന്നപ്പോൾ കണ്ടോ അതിലങ്ങനെ വെള്ളം ഒത്തിരി ഇതായിട്ട് വന്നിട്ട് ഒന്നുമില്ല, എല്ലാം നല്ല പാകത്തിന് തന്നെ നിൽക്കുകയുള്ളൂ. നമ്മൾ സാധാരണ എല്ലാവരും കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞിട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ പാലൂടെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ പാലങ്ങ് തിളപ്പിച്ച് വെക്കും, അല്ലെ പിന്നെ കാപ്പി ഇട്ട് കൊടുക്കുമ്പം ചൂടാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുടിക്കാതെ അങ്ങ് പോകും. അപ്പോൾ ഇതാകുമ്പം ആ സമയമാകുമ്പോഴത്തേന് അവൻ കഴിക്കാനിരിക്കുമ്പോഴത്തേന് പാലൊക്കെ ഒന്ന് ആറി ഒന്ന് റെഡി ആയിക്കോളും. ഇനിയിപ്പം ഞാൻ ഇത് നമ്മുടെ പുളിശ്ശേരി അടുപ്പത്ത് വെക്കുക. അപ്പോൾ അത് ഞാനിപ്പോൾ അവരോട് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ചൊരു ഉലുവയിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ച് പിന്നെ അതിലേക്ക് ഈ പൾസ് ചെയ്ത് വെച്ച് തൈരങ്ങ് ചേർക്കത്തേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണ്. ഞാൻ പക്ഷേ ഇന്ന് ചേർത്തിട്ടില്ല അതിനകത്ത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ച തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ ഞാൻ തിരുമ്മിയിട്ട് ഇതോട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ തേങ്ങ ഈ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ഒന്നും ചെയ്യത്തില്ല, ഇപ്പം വെറുതെ ഇട്ടിട്ട് അതങ്ങ് അടച്ചു വെക്കുക ചെയ്യുന്നത്. തേങ്ങ ഇതുപോലെ അങ്ങനെ സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെച്ചാൽ നല്ലതായിട്ടിരിക്കും കേട്ടോ. എനിക്ക് ആഴ്ച ഒരിക്കൽ ഒരു ചേച്ചി വരും ഇവിടെ ക്ലീൻ ചെയ്ത് തരാൻ. അപ്പോൾ അവരുടെ അവിടെ നല്ല നാടൻ തേങ്ങ കിട്ടും. അപ്പോൾ അവരവിടുന്ന് വരുമ്പോൾ എനിക്ക് ആഴ്ച ഒരിക്കൽ വാങ്ങിച്ചുകൊണ്ട് തരും. വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാർ തന്നെ എനിക്കതെല്ലാം തിരുമ്മി ഒരു തേങ്ങ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ എന്നുള്ള രീതിയിലാക്കി ഫ്രീസറിലാക്കി വെച്ചേക്കും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഉപയോഗിക്കേണ്ടത് മാത്രം ഞാൻ സിപ്പ് ലോക്ക് ബാഗ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അത് തീരാനാകുമ്പോഴത്തേനും അടുത്തത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കും. അപ്പം തേങ്ങ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നല്ല ഇത് നമ്മൾ ഒരു ചീത്ത ആവുന്ന ടേസ്റ്റ് ഒന്നും വരില്ല. ഇപ്പം പാല് തിളയ്ക്കാനായതൊന്ന് തിളച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കണ്ണ് തെറ്റിപ്പോയാൽ പിന്നെ പാല് തൂവിപ്പോലോ, അതുകൊണ്ട് നോക്കിയിരുന്ന് തിളയ്ക്കുന്നോന്ന്. അപ്പോൾ ഇതേ ഞാൻ തേങ്ങ അതിൻ്റെ മുകളിലിട്ടത് ഒരു മിനിറ്റ് 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുമല്ലോ. എന്നിട്ട് പിന്നെ ഞാനത് മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ മഞ്ഞൾ പൊടി ചേർക്കാറില്ല. ക്യാബേജ് തോരൻ വെക്കുമ്പോൾ എനിക്കിങ്ങനെ വെള്ള കളറിലുള്ള ക്യാബേജ് തോരനാണ് എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളതിനേക്കാട്ടിലും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് ഇനിയിപ്പോൾ അത് ജസ്റ്റ് തേങ്ങയും കൂടി ഇട്ടുള്ളതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വാങ്ങിയെടുക്കത്തേ ഉള്ളൂ. ഇനിയും അതിൽ വേറെ ഇനിയും പ്രത്യേകിച്ച് തേങ്ങ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചതച്ച് ചേർക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കിഴങ്ങ് കറിക്ക് ഒഴിക്കാനുള്ള കുറച്ച് തേങ്ങാപ്പാലൊന്ന് ജസ്റ്റ് അടിച്ചെടുത്താണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ അരച്ച് ചേർക്കാനുണ്ടെങ്കിൽ അതാണ് നല്ലത്. കുറച്ചുകൂടെ ടേസ്റ്റ് ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ അതാ തോന്നിയിട്ടുള്ളത്. ഇതും കുഴപ്പമൊന്നുമില്ല തേങ്ങാപ്പാൽ ചേർത്താലും, പക്ഷേ തേങ്ങ അരച്ച് ചേർക്കുന്ന ദോശയുടെ കൂടെ കുറച്ചുകൂടെ നല്ലതെന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് കിഴങ്ങും എല്ലാം വെന്ത് എനിക്ക് വേണ്ട ഒരു പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അതായത് കുഴഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ തൊട്ടാൽ തുടഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാകുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കിഴങ്ങ് കറി റെഡിയാവും. പിന്നെ അപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ഇപ്പോൾ എനിക്ക് മീൻ വറക്കാൻ കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ മീൻ ഞാനിവിടെ ഇവിടെ വെച്ചിട്ട് ചെയ്യാറില്ല. ഞാനത് വർക്ക് ഏരിയ വെച്ചിട്ട് മീൻ എപ്പോഴും വറക്കാറുള്ളൂ. ഇപ്പോൾ വർക്ക് ഏരിയ വെച്ച് വറുത്താലും സ്മെല്ല് എല്ലായിടത്തോട്ടുമൊക്കെ വരും. പക്ഷേ എന്നാലും ഇത് ഓപ്പൺ കിച്ചണാണ്. അപ്പം ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒത്തിരി അങ്ങ് സ്മെല്ല് എല്ലായിടത്തേക്കും വരുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പം മറ്റേത് നടുമുറ്റം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സമയം മീൻ വറക്കുമ്പോൾ നടുമുറ്റം ഓപ്പൺ ചെയ്തിടുമായിരുന്നു. അപ്പം ആ സ്മെല്ല് ഫുള്ളങ്ങ് സക്ക് ചെയ്ത് വെളിയിൽ പൊക്കോളുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആ മോട്ടർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇവിടെ വെച്ചിട്ട് അങ്ങ് ചെയ്യും. ഇതാകുമ്പോൾ വർക്ക് ഏരിയ ഡോറും ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുമ്പോൾ കുറേ സ്മെല്ലങ്ങ് പൊക്കോളും. ഇത് വിളമീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും മീൻ വറക്കാനായാലും കറി വെക്കാനാണെങ്കിൽ തലേന്ന് തന്നെ കറി വെച്ച് വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പമല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വറക്കാനാണേലും വൃത്തിയായിട്ട് കഴുകി മസാലയെല്ലാം പുരട്ടി ഫ്രിഡ്ജിലും കയറ്റി വെക്കും. ഞാനിപ്പോൾ മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുമല്ലോ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഒക്കെ. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കും, ഉപ്പ് ഇത്രേ ചേർക്കാനുള്ളൂ മാരിനേഷന്. ഇത്രയും ചെയ്ത് നല്ലോണം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ രാവിലെ ആകുമ്പം എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് പുറത്തെടുത്തങ്ങ് വെക്കും. പിന്നെ വറുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് രാവിലെ ഇത് രാത്രിയിൽ മസാല പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇത് മീനിൽ പുരട്ടിയാൽ പോരെ, അതല്ലേ നല്ലതെന്ന്. പക്ഷേ
അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് മീനിൻ്റെ ഉള്ളിലോട്ടൊന്നും മസാല അങ്ങനെ നല്ലതായിട്ട് പിടിക്കുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്കിത് നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ മീൻ വറക്കാനിട്ട സമയത്ത് ഞാൻ എന്താ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്നതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ ഒന്നും ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരമൊക്കെ നല്ലോണം വെളുത്തു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കണം, മുട്ടൊക്കെ പണി മുടക്കി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇരുന്നപ്പം ആ ഫ്രണ്ട് വ്യൂ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങളുമായിട്ട്. 7 മണി ആയിട്ടുണ്ട്. അപ്പം അരി അങ്ങ് വാർത്തേക്കാമെന്ന് വെച്ചു. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലാണ് അരി വാർക്കുന്നത്. മറ്റേത് ഞാനിങ്ങനെ പാത്രത്തിൽ വാർക്കുമ്പോൾ എനിക്ക് അത് ശരിയാവാറില്ല. ചിലപ്പം അങ്ങനെ വാർത്തിടുമ്പം അടപ്പം കൂരിപ്പോവും, ചോറ് മുഴുവൻ പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിലായിരിക്കും വീഴുന്നത്. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയുണ്ട്, ചേട്ടൻ്റെ വൈഫ്, പുള്ളിക്കാരി പറഞ്ഞു തന്നാണ് ഇങ്ങനത്തെ സ്റ്റാൻഡുണ്ട്, അത് വെച്ച് അരി വാർക്കാൻ നല്ലതാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ കൊടുത്ത് വാങ്ങിച്ചത്. ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് അരി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ ഇത്തിരി ചായ ഇടുകയാണ്. ഇവിടെ ഒരാൾക്ക് ചായ, ബാക്കി 2 പേർക്ക് കാപ്പിയുക. അപ്പം ഞാൻ പാൽ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഇതുപോലൊരു മഗ്ഗിലേക്ക് ചായക്കുള്ളത് ഇപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയും കൂടി ഇട്ട് ഈ ചൂട് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് മഗ്ഗങ്ങ് അടച്ച് മാറ്റി വെക്കും. അപ്പം മറ്റവൻ പോകാനാവുമ്പോഴത്തേന് ചായ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഇതിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നല്ല ചായയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇനിയും ഒരുത്തിന് പോകാനായി. അപ്പോൾ അവനുള്ള ദോശ ഞാനങ്ങ് ചെയ്യുക. അപ്പോൾ അവന് ഒരു ദോശ മതി. രാവിലെ ആകുമ്പോൾ അവൻ അധികം കഴിക്കാൻ പറ്റില്ല, 7 മണിയാകുമ്പോൾ കഴിക്കണ്ടേ. അപ്പോൾ അത്രയും കഴിക്കാൻ വയ്യ, ഒരു ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദോശ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പുള്ളിയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ പോകുന്നത്, യൂണിഫോം ഇടാൻ പോവുക. അപ്പോൾ അവനുള്ള ദോശയും കിഴങ്ങും ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാനിതങ്ങ് ഓഫ് ചെയ്യും. പിന്നെ നമുക്ക് ഉണ്ടാക്കാറുള്ള, ഞങ്ങൾ കഴിക്കാനാകുമ്പോഴേ പിന്നെ ഞാൻ ഉണ്ടാക്കാറില്ല. അല്ലാതെ അങ്ങനെ ഉണ്ടാക്കി ഞാൻ കാസറോളിൽ വെക്കാറില്ല. ഒന്നാമതിപ്പോൾ മഴയൊക്കെ അല്ലേ, എല്ലാവർക്കും ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇനിയിപ്പോൾ അവനുള്ള ടിഫിനൂടെ അങ്ങ് പാക്ക് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇന്ന് ചോറും ക്യാബേജ് തോരനും മീൻ വറുത്തതും പുളിശ്ശേരിയാണ് ഇന്നത്തെ ടിഫിൻ ബോക്സ്. 3 പേർക്കും ടിഫിൻ പാക്ക് ചെയ്യുന്നത് ഇതുപോലെ 3ആയിട്ട് തന്നെ. ആദ്യം പോകേണ്ടവർക്ക് ആദ്യം അങ്ങ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ആൾക്ക് 8 മണി കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ അവൻ പോകാനാവുമ്പോഴത്തേന് പിന്നെ മോക്ക് പോകേണ്ടത് 8:30 കഴിയും. അപ്പം രണ്ടാമത്തെ ആൾക്ക് പോകാനാവുമ്പോഴത്തേന് 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് എനിക്കും മോക്കും മോനും എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി പിന്നെ ഞങ്ങളെല്ലാവരും ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ അങ്ങ് കഴിക്കും. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഇക്കൂട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് കഴുകി വെച്ചാൽ ആ ഒരു പണിയും കൂടെ അങ്ങ് തീരുമല്ലോ. പിന്നെ എനിക്കിനിയും വെളിയിൽ മറ്റേ സിറ്റ് ഔട്ടൊക്കെ ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫുള്ള് ക്ലീനിങ്ങിലേക്ക് അങ്ങ് പോകും. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതോടെ തീർന്നു. ഇനിയിപ്പം ക്ലീനിങ് തൂക്കാനുള്ളത് തൂത്ത്, തുടയ്ക്കുകയാണെങ്കിൽ തുടച്ചും കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള വർക്കുകൾക്ക് ഞാനങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ പിന്നെ നമ്മുടെ ഇരുമ്പ് ചട്ടി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഞാനത് കഴുകി കഴിഞ്ഞ് അപ്പം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കും. ചൂടോടെ തന്നെ ഞാൻ അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലോണം അങ്ങ് തേച്ച് വെക്കും. അല്ലാതെ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ അത്ര നന്നായിട്ട് സ്പ്രെഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവേത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ, താങ്ക് യു.